ഇന്ന് നമുക്ക് ബയോളജിയിലെ കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തിൻ്റെ pH മൂല്യം 7.4. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 5.5 ലിറ്റർ വരെ. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. രക്തദാന ദിനം ജൂൺ 14. ദേശീയ രക്തദാന ദിനം സെപ്റ്റംബർ 4. അനീമിയ അസുഖം തടയാനായി സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി WIFS. T ലിംഫോസൈറ്റുകൾ വൈറസ് കോശങ്ങളെ നശിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊരു ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? രക്തഗ്രൂപ്പ് AB ഉള്ളവർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹ. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം മന്ത്. നവജാത ശിശുക്കളിലെ ഹൃദയസ്പന്ദന നിരക്ക് 120. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദം 120/80 mmHg. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോടെൻഷൻ. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ ഹെമറേജ്. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3. ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് 3. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ. വായു അറയിലെ വായുവിനെ പുറന്തള്ളുന്ന പ്രക്രിയ നിശ്വാസം. എംഫിസിമ എന്ന രോഗത്തിന് കാരണം പുകവലി. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം എംഫിസിമ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അന്തഃസ്രാവി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ മറ്റൊരു പേരാണ് പാരാതെർമോൺ. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് വിറുലിസം. ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ലോക പ്രമേഹ ദിനം നവംബർ 14. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ ഓക്സിറ്റോസിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ സെറാട്ടോണിൻ. പീയൂഷ ഗ്രന്ഥി വളർച്ചാ ഹോർമോൺ. തൈമസ് ഗ്രന്ഥി തൈമോസിൻ. തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ കാൽസിറ്റോസിൻ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതെർമോൺ. അഡ്രീനൽ ഗ്രന്ഥി അഡ്രീനാളിൻ നോർ അഡ്രീനാളിൻ. ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു.
മനുഷ്യരിൽ സ്ത്രീകളുടെ ലിംഗനിർണയ ക്രോമസോമുകൾ XX, പുരുഷന്മാരുടെ ലിംഗനിർണയ ക്രോമസോമുകൾ XY. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേര് ബേബി ദുർഗ. മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികൾ 206. നവജാത ശിശുവിലെ അസ്ഥികൾ ഏകദേശം 300. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ വസ്തു കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽസ്യം. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ D. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24. മനുഷ്യ ശരീരത്തിലെ ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ് അക്ഷാസ്ഥികൂടം. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന സന്ധി കീലസന്ധി.